ഈ എ സ്റ്റാർ ആണ് വരുന്നത് 2011 മോഡൽ. 2011 മോഡൽ. ഇത് ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക് ആണ്. VXI ആണ് വരുന്നത്. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ലേഡീസിനൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത് 2.5 ലക്ഷം രൂപ. പെട്രോൾ ആണ്. 2013 പെട്രോൾ. എത്രാമത്തെ ഓണർഷിപ്പാണ് ഇത്? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണേ. നമ്മൾ അസൻഖാന്റെ അടുത്ത് വന്ന് പാർട്ട് 1 കഴിഞ്ഞ് പാർട്ട് 2 ഒരുപാട് വണ്ടികളുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഫുൾ ഓൺ വരുന്ന ഒരുപാട് വണ്ടികൾ കാണിച്ചു. ഈ പാർട്ട് 2 ഫുൾ ഓൺ എല്ലാം നിങ്ങൾ വിചാരിക്കേണ്ട. 10,000 20,000 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന നല്ല നല്ല വണ്ടികളാണ് ഇനി വരാൻ പോകുന്നത്. നമുക്ക് എന്തായാലും തുടങ്ങാം. ഇത് കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? ഇത് കാക്കഞ്ചേരി കറക്റ്റ് പ്രോപ്പർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാക്കഞ്ചേരി അല്ലാമീൻ യൂസർകാർ വന്നു കഴിഞ്ഞാൽ അസൻഖ അങ്ങനെ നിൽക്കും. ഒരുപാട് കാറുമുണ്ട്. ഏതൊക്കെ വണ്ടി വേണം, ഏതൊക്കെ മോഡൽ വേണം, സാധാരണക്കാർക്ക് പറ്റിയ ഒരുപാട് വണ്ടികൾ, ഒക്കെ സാധാരണക്കാർക്ക് പറ്റിയ വണ്ടി. അതായത് ഒരു 3-4 ലക്ഷം റുപ്യന്റെ ഉള്ളിൽ 7 റുപ്യന്റെ ചോട. അതായത് ഫുൾ ഓണിൽ വരുന്ന വണ്ടികളാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ 90% ഫുൾ ഓണിൽ. അതുപോലെ തന്നെ കുറഞ്ഞ വണ്ടികൾ 10-20,000 റുപ്യൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി വിടുന്നത്. അപ്പൊ എന്തായാലും ചെറിയൊരു ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എടുക്കാം. പിന്നെ ഞാൻ നിങ്ങളോട് സജഷൻ ചെയ്യുന്നത്, എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഫുൾ ഓണിലുള്ള വണ്ടിയാണ് വിചാരിച്ച് ചാടി വെക്കരുത്. റെഡി ക്യാഷ് കയ്യിലുണ്ടെങ്കിൽ അത്രക്കും നല്ലത്. പിന്നെ വണ്ടി എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും ഉത്തരവാദിത്വം നിങ്ങൾ നോക്കി ചെക്ക് ചെയ്തിട്ട് വണ്ടി എടുക്കണം. വണ്ടി എടുക്കുന്നതിന് മുന്നേ എവിടെയും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. അത് നിങ്ങളെ ഇതാണ് വരുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാണ്. അസൻഖ നമ്മൾ തുടങ്ങാം. എന്നാല് ഓക്കെ അസൻഖ, നമ്മൾ ഇനി ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഹോണ്ട സിറ്റി. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2014 VX ഡീസലാണ്. ഡീസൽ വണ്ടിയാണ്. ടൈറ്റ് ആണ് ഇപ്പോൾ. അപ്പം അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ പറയണ്ട. ഹോണ്ട സിറ്റിന്റെ മൈലേജ് 20 പോലെ കിട്ടും. 22 എന്തായാലും കിട്ടും. കിലോമീറ്റർ എങ്ങനെ വരുന്നത്? എങ്ങനെ കിലോമീറ്റർ 1.10. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ചെറിയ കാര്യമൊക്കെ ഉണ്ട്. ഇന്ത്യയിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഇന്ത്യയിലാണ് വരുന്നത്. ഇതാണ് പ്രൈസ് വരുന്നത്. ഇത് നമുക്ക് 4.45. എത്ര ലോൺ വരും? 4 റുപ്യ അടുത്ത് ചെയ്യാം. 3.45 ലോൺ ചെയ്യാം. 3.45. അതായത് ഒരു 1 ലാഖ് വണ്ടി ഇവിടെ നടക്കല്ലേ? VX ആണ്. റീപ്ലേസ്മെന്റ് ഒന്നും. റീപ്ലേസ്മെന്റ് കേരള വണ്ടി. കേരള വണ്ടിയാണ്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് നോക്കാനുള്ള ചെറിയ സ്ക്രാച്ച് ഉണ്ട്, കാണൂല. നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അവിടെ ഫ്രണ്ടിൽ ചെറിയൊരു സ്ക്രാച്ച്, ഒരു ക്രാക്ക് മാതിരി വരുന്നുണ്ടല്ലേ? അത് വേണം മാറ്റി കൊടുക്കാം. ആ റേറ്റിൽ മാറ്റി കൊടുക്കാം. ഇനി അതുപോലെ നെക്സ്റ്റ് സ്വിഫ്റ്റ് 21 ഓട്ടോമാറ്റിക് ആണ്. 2021 ഓട്ടോമാറ്റിക്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഇത് VXI. അത് മറ്റേ ഓട്ടോ പോണ മാതിരിയാ ഫ്ലൈറ്റ് ഇങ്ങനെ പോണത്. 2021 ഓട്ടോമാറ്റിക് VXI ആണ് വരുന്നത്. എത്രയാണ് ആവശ്യം വരുന്നത്? സിംഗിൾ ഓണർ 10,000 കിലോമീറ്റർ 18,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി വാറണ്ടിയിൽ വണ്ടി. കമ്പനി വാറണ്ടി. ഇനി എത്ര വരെ വാറണ്ടി ഉണ്ട്? ഇനി 24 വരെ ഉണ്ടാവും. 2024 വരെ വാറണ്ടി കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ്. ഇതാണ് പ്രൈസ് വരുന്നത്. ഇത് 7 ലക്ഷം രൂപ. എത്ര ലോൺ വരും? 6.45 റുപ്യന്റെ അടുത്ത്. ഒരു 75,000-80,000 റുപ്യന്റെ വണ്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഏതാ കാണിക്കാം? സ്വിഫ്റ്റ് തന്നെ വരുന്നത്. ഇതേതാ വരുന്നത്? 2019 പെട്രോൾ VXI സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ 80,000. റീപ്ലേസും കാര്യമൊന്നുമില്ല. ടയർ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ എന്താ പാട്? ഇന്ത്യയിലാണ് വരുന്നത്. 2019 തന്നെ ആകുമ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? 10 കൊടുക്കാം. 2019 VXI 5 റുപ്യ ലോൺ ചെയ്ത് കൊടുക്കാം. 5 റുപ്യ. അതായത് ഒരു 60-70 റുപ്യന്റെ 60 റുപ്യന്റെ 50 റുപ്യന്റെ ഇറക്കി കൊടുക്കും. വണ്ടി ഇവിടെ ഇറക്കല്ലേ? ഓക്കെ, ഇനി ഏതാ കാണിക്കാനുള്ളത്? വണ്ടി കാണിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ചെറുവണ്ടി ഇങ്ങനെ കാണിച്ച് കാണിക്കാം. ഇത് അമേസ് കൊടുക്കാനുള്ളല്ലേ? അമേസ് കൊടുക്കാനാണ്. ഇത് ഡിസയർ, സ്വിഫ്റ്റ് ഡിസയർ. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? 2010 VDI. 2010 VDI. അതെ. എത്രാമത്തെ ഓണർഷിപ്പ്? മൂന്നാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 1.10. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4 പുത്തൻ ടയർ ഉണ്ട്. 2010 മോഡലാണ്. 2010 മോഡൽ VDI. ഹിസ്റ്ററി കാര്യം എന്തെങ്കിലും? ഹിസ്റ്ററി കാര്യമൊക്കെ ഉണ്ടാവും. ഇത് നമുക്ക് 2.10 കൊടുക്കാം. 2.10. എത്ര ലോൺ വരും? ലോൺ ശ്രീരാമൻ 1.5 റുപ്യ വരെ. 1.5 റുപ്യ. അതായത് 50,000 റുപ്യ ഉണ്ടെങ്കിൽ മാത്രമേ കയറുള്ളൂ കേട്ടോ. ശ്രീരാം മാത്രം കയറുള്ളൂ അല്ലേ? ഓക്കെ. ഇതാണ് ഡീറ്റെയിൽസ്. 2013 VX ഡീസലാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ. ഓക്കെ, എത്ര ഓണർഷിപ്പ് ആയിരുന്നത്? ഇത് നാലാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് പമ്പർ മാറിയിട്ടുണ്ട്, പെൻഡർ മാറിയിട്ടുണ്ട്. ഹിസ്റ്ററി ഉണ്ട്. ഷോറൂം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3.40. എത്ര ലോൺ? 3.25 റുപ്യ ലോൺ കയറും. 3.40 കയറും. ഓക്കെ, 3.4 കൺഫേം ആയിട്ട്. i20 നെക്സ്റ്റ് i20 ആണ്. i20 ഏതാ മോഡൽ വരുന്നത്? i20 2019. 2019. എത്ര ഓണർഷിപ്പ് ആണ്?
ഇത് ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്, ഇപ്പോൾ സെക്കൻഡിലേക്ക് മാറും. ഓക്കെ, നിങ്ങളതിലേക്ക് മാറും. അതെ, കോഴിക്കോട് വണ്ടി. കിലോമീറ്റർ 74 ഓടി, കമ്പനി സർവീസ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഷോറൂം ഹിസ്റ്ററിയില്ല വണ്ടി. കോഴിക്കോട് വണ്ടി. ഇന്ത്യയിലൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, നല്ല വൃത്തിയുള്ള പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 5.25 രൂപ കൊടുക്കും. 5.25. എത്ര ലോൺ കയറും? ഏകദേശം 5.25 ചെയ്ത് കൊടുക്കും. ഫുൾ ലോൺ ആണ് ചെയ്ത് കൊടുക്കാം അല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റും ഇല്ല, കമ്പനി സർവീസ് ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇനിയിപ്പോ ഒരു ഇയോൺ വരുന്നുണ്ട്, ഇയോൺ കൊടുക്കാനുള്ളതാണോ? ഇയോൺ 13 കൊടുക്കാല്ലാത്തത് ഇവിടെ നമ്മൾ നിർത്തുമോ? അല്ല, ബുക്കിനാണെന്നാ ഞാൻ ചോദിച്ചത്. 2013 ഇറ പ്ലസ്. 2013 ഇറ പ്ലസ്. എത്ര ഓണർഷിപ്പാണ്? ഓണർഷിപ്പ് 2. കിലോമീറ്ററോ? കിലോമീറ്റർ 78,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇനി എങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് 1.65. 2013 ഇറ പ്ലസ് 1.65 ആണ് ചോദിക്കുന്നത്. 1.65. എത്ര രൂപ ലോൺ കയറും? നമുക്കൊരു 1.5 രൂപ ലോൺ ചെയ്ത് കൊടുക്കും. 15,000 ഈ ഇറ പ്ലസ് എടുക്കല്ലേ 2013? ഓക്കെ. ഇനി അതുപോലെ നെക്സ്റ്റ് ആൾട്ടോ കൊടുക്കാനുള്ളല്ലേ? ആൾട്ടോ കൊടുക്കാല്ല 2014 ആൾട്ടോ 800 വരുന്നുണ്ട്. എത്ര ഓണർഷിപ്പാണ് വരുന്നത്? ഓണർഷിപ്പ് 3ാമത്തെ ഓണർ. LXI ആണ് വരുന്നത്. ടയർ അത്യാവശ്യം ടയർ വരുന്നുണ്ട്. വണ്ടി നല്ല വൃത്തിയുള്ളൊരു വണ്ടി. പിന്നെ റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 2 രൂപ. 2 ലക്ഷം. എത്ര ലോൺ കയറും? ലോൺ 1.25 രൂപ ചെയ്ത് കൊടുക്കും. 1.25. ഒരു 25,000 രൂപ ഉണ്ടെങ്കിൽ 2014 ആൾട്ടോ 800 എടുക്കാം. ഇനി A സ്റ്റാർ ആണ് വരുന്നത്, 2011 മോഡൽ. 2011 മോഡൽ. ഇത് ഓട്ടോമാറ്റിക്കാ? ഓട്ടോമാറ്റിക് ആണ്. VXI ആണ് വരുന്നത്. റീപ്ലേസ്മെന്റും കാര്യമൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു ലേഡീസിനൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത് 2.5 ലക്ഷം രൂപ. എത്ര ലോൺ കയറും? 1.25 രൂപ 1.5 രൂപ ശ്രീരാം ചെയ്ത് കൊടുക്കും. ഒരു 1 ലക്ഷം ഉണ്ടെങ്കിൽ A സ്റ്റാർ 2013 ഓട്ടോമാറ്റിക് എടുക്കാം. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ഏതാ വരുന്നത്? നെക്സ്റ്റ് സ്വിഫ്റ്റ് റിഡ്സ്. സ്വിഫ്റ്റ് റിഡ്സ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? റിഡ്സ് 2013 പെട്രോൾ ആണ്. 2013 പെട്രോൾ. എത്രാം ഓണർഷിപ്പാണ്? ഇത് സെക്കൻഡ് ഓണർ. കിലോമീറ്റർ 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. എങ്ങനെ അത് ചോദിക്കുന്ന പ്രൈസ്? 3.40 ആണ് ചോദിക്കുന്നത്. എത്ര ലോൺ കയറും? ഇത് നമുക്കൊരു 3 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 3 രൂപ ചെയ്ത് കൊടുക്കാം. ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ 2013 പെട്രോൾ റിഡ്സ് നടക്കാം അല്ലേ? ഓക്കെ, നമ്മളെ തന്നെ ഉണ്ട് 3.25 വണ്ടിയാവും. 15 ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്. ഇതൊന്നും റീപ്ലേസ് ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ് ഏതാ മോഡൽ വരുന്നത്? ഇത് 15 VXI. 2015 VXI. എത്രാം ഓണർഷിപ്പാണ്? ഇത് 3ാമത്തെ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 80,000 കമ്പനി സർവീസ്. 80,000 ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയറും വരുന്നുണ്ട്. ടയർ ബാക്ക് കുറവാണല്ലോ. ഫ്രണ്ട് ഉണ്ട്, ടയർ വരുന്നുണ്ട്. ഇത് എങ്ങനെയാണ് പ്രൈസ്? 4,20,000. എത്ര ലോൺ കയറും? 3.25-4 രൂപ അടുത്ത് ചെയ്ത് കൊടുക്കാം. അതായത് ഒരു 25,000 രൂപ വണ്ടി ഇവിടെ ഇറക്കാം. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ഏതാ കാണിക്കാറുള്ളത്? റിഡ്സ് ഉണ്ട്, സ്വിഫ്റ്റ് ഉണ്ട്. ഇത് 800 കൊടുക്കാനുള്ളതാണോ? 800 കൊടുക്കാനാണ്. മോനെ കൊടുവാ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽസ്? ഇത് 2005 MPFI AC. എത്ര വരുന്നത്? ഇത് 55 രൂപ കൊടുക്കാം. 55,000 രൂപ കൊടുക്കാം അല്ലേ? ഓക്കെ, ഇതിന്റെ ഒന്നും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. AC വർക്കിംഗ് ആണ്. വണ്ടി കണ്ടീഷൻ ആണ്. 2005 മോഡലാണ്. 55,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. എടാ, അങ്ങ് കാറ് പഠിക്കണമെങ്കിൽ ഈ വണ്ടി എടുത്തോ. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് റിഡ്സ് 2013 2.65. 2013 LDI ആണ് വരുന്നത്. എത്രാം ഓണർഷിപ്പ് വരുന്നത്? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ 1. ഹിസ്റ്ററി കാര്യങ്ങളുണ്ടോ? ഹിസ്റ്ററി ചെക്ക് ചെയ്തില്ല. റീപ്ലേസ് ഒന്നുമില്ല. ഗ്യാരണ്ടി. 260 ലാസ്റ്റ്. 260. ഇനിയിപ്പോ നെക്സ്റ്റ് ഏതാ വരുന്നത്? നെക്സ്റ്റ് ഇങ്ങനെ ഒരുപാട് വണ്ടി ഉണ്ടാകുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടല്ലേ? റിഡ്സും അതേമാതിരി തന്നെ ഒരുപാട് വണ്ടികളുണ്ട്. മൊത്തം ഡീസലാണ്, പെട്രോളാണ് കൂടുതൽ. പെട്രോളാണ് ഈ പ്രാവശ്യം കൂടുതലുള്ളതല്ലേ? ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് കാണിക്കാം. 14 ഡീസൽ. 2014 ഡീസൽ. എത്രാം ഓണർഷിപ്പാണ്? ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. ഫസ്റ്റ് ഓണർ. കിലോമീറ്റർ 1.10. കമ്പനി ടൈമിംഗ് ചെയിനും കാര്യമൊക്കെ മാറിയതാണ്. ഓക്കെ, ഹിസ്റ്ററി കാര്യങ്ങളുണ്ടോ? എല്ലാം ഉണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ടയർ വരുന്നുണ്ട്. ഇന്ത്യയിൽ നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത്. ഇതെങ്ങനെ പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3.70. 3,70,000. എത്ര ലോൺ കയറും? 3.5 രൂപ ലോൺ ചെയ്യാം. ഒരു 20,000 രൂപ 2014 ഡീസൽ ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ഏതാ വരുന്നത്? ഓട്ടോമാറ്റിക് കിഡ് 2017 1 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് വണ്ടി ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട്. വണ്ടി വെക്കാൻ സ്ഥലം മഴ കൊണ്ട് കൈനോടത്തോളം ഷെഡിലേക്ക് വണ്ടി കയറ്റിയിട്ടുണ്ടല്ലേ? ഓക്കെ, ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയുള്ള ഒരു ഇന്റീരിയറാണ് വരുന്നത്. ഇതാണ് പ്രൈസ് വരുന്നത്? ഇത് നമുക്ക് 3.5 ആവശ്യപ്പെടുന്നത്. 3.5. 3.25 രൂപ. 25,000 രൂപ ഓട്ടോമാറ്റിക് ഇവിടെ നടക്കല്ലേ?
ഓക്കെ, ഞാൻ കഴിഞ്ഞ ഫസ്റ്റ് പാർട്ട് പറഞ്ഞ മാതിരി തന്നെ കിഡിന്റെ ഒരു പൂരം തന്നെ ഉള്ളത് ഇവിടെ. ഒരുപാട് കിഡ് ഉണ്ട്. കിഡ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനത്തെ വണ്ടി വേണം അതൊക്കെ ഇവിടെ വിളിച്ച് ചോദിക്കാം അല്ലേ? 9 കിഡ് ഇവിടെ വരുന്നുണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് കാണിക്കാനുള്ള ഏതാണ്? നെക്സ്റ്റ് കിഡ് ഉണ്ട്, വീണ്ടും കിഡാണ്. പിന്നെ വാഗണറോ? വാഗണർ നമ്മൾ കാണിച്ചു. വാഗണർ നമ്മൾ കാണിച്ചിരിക്കണോ? അല്ല, ഇത് കാണിച്ചു. ഓക്കെ, അത് മതിയല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഏതെങ്കിലും കൂടുതൽ വണ്ടിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഹസൻ ഖാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഇതിപ്പോ നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ ആയിരുന്നു വരുന്നത്? സ്പോട്ട് ആള് വിളിച്ചാൽ ലൊക്കേഷൻ വിട്ട് കൊടുക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്ത്, കാക്കഞ്ചേരി അമീൻ യൂസ്ഡ് കാറാണ് വരുന്നത്. ഏകദേശം 105 കറക്റ്റ് എണ്ണം നോക്കുകയാണെങ്കിൽ 104 105 വണ്ടി ഉണ്ട്. അപ്പൊ നമ്മൾ പാർട്ട് 1 ചെയ്തിട്ടുണ്ട്, അതിന്റെ പാർട്ട് 2 ആണ് വരുന്നത്. ഇനി ഏതെങ്കിലും വണ്ടിന്റെ ഡീറ്റെയിൽസ്, ഈ ഒരു വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുണ്ട്. ആരും മിസ്സാക്കണ്ട, നേരെ വിട്ടോളി. നല്ല മഴ ആറുന്നുണ്ട്. അപ്പൊ എന്തായാലും തൽക്കാലം നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, നല്ല